പുരാണത്തിലെ പുരാണ പ്രസ്താവമാണ് ഞാൻ ഇവിടെ പറയുന്നത്. മഹാജ്ഞാനിയായ ലോമഹർഷൻ മഹർഷി വേദവ്യാസന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ലോമഹർഷണൻ ഒരിക്കൽ തൻ്റെ പുത്രനായ ഉപസ്രവൻ എന്ന സൂതനെ വിളിച്ച് അടുത്തിരുത്തി പറഞ്ഞു, പ്രിയപ്പെട്ട പുത്ര, നീ മുനിമാരുടെ ആശ്രമങ്ങളിലേക്ക് പോവുക. അവരുടെയൊക്കെ സന്ദേഹങ്ങൾ നിവാരണം ചെയ്യുക. അതെല്ലാം മുനിമാരുടെ സന്ദേഹങ്ങൾ നിവാരണം ചെയ്യേണ്ടതൊക്കെയും ഞാൻ നിന്നോട് ചുരുക്കി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നീ അവയൊക്കെ മുനിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അല്ലെങ്കിൽ മുനിമാരോട് പറയുക. അവരുടെ സന്ദേഹങ്ങൾ നിവാരണം ചെയ്യുക. പ്രയാഗിലെ ഉന്നതരായ മഹാമുനിമാർ ഭഗവാനോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. യജ്ഞം നടത്താൻ യോഗ്യമായ പാവനമായ പ്രദേശം ഏതാണെന്ന ചോദ്യത്തിന് മറുപടിയായി അപ്പോൾ ഭഗവാൻ ഇപ്രകാരമാണ് പറഞ്ഞത്, മുനിശ്രേഷ്ഠന്മാരെ, നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ചക്രം അതുല്യമാണ്, അമൂല്യമാണ്. ഇതിൻ്റെ സഞ്ചാരപഥം സത്യപാതയിലൂടെ മുന്നേറുന്നു. സുന്ദരവും ദിവ്യവുമാണ് ഇതിൻ്റെ നാഭി. നിങ്ങളെല്ലാവരും തന്നെ ഈ ചക്രത്തിൻ്റെ പിന്നാലെ പോവുക, പിന്തുടരുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഈ ചക്രം നിങ്ങളെ നയിക്കുന്നതായിരിക്കും. ഈ ചക്രത്തിൻ്റെ നാഭി ജീർണിച്ച് വീഴുന്നത് എവിടെയാണോ ആ സ്ഥലം പൂർണ്ണമായും പുണ്യപ്രദേശമായിരിക്കും. അങ്ങനെ മഹാമുനിമാർ, മഹർഷിമാർ ആ ചക്രത്തെ പിന്തുടർന്നു. ഗംഗാവർത്തം എന്ന മനോഹര ഭൂമി ആ ധർമ്മചക്രം പതിച്ചു. ആ ദിവ്യചക്രം, ആ അമൂല്യമായ ചക്രം പതിച്ചയിടം മഹർഷിമാർ, മുനിമാർ നൈമിഷികമെന്ന് പേരിട്ടു. അങ്ങനെ അവർ നൈമിഷാരണ്യത്തിൽ ദീർഘകാലം നീണ്ടു നിലനിൽക്കുന്ന യജ്ഞാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ ശേഷം പിതാവ് തുടർന്നു, അവരുടെ സന്ദേഹങ്ങളെല്ലാം തന്നെ നീ പരിഹരിക്കുക. ഇത് കേട്ട ഉപസ്രവൻ, അതായത് സുതൻ എന്ന മഹാജ്ഞാനിയായ പുത്രൻ, പിതാവിൻ്റെ ആജ്ഞ പോലെ നൈമിഷാരണ്യത്തിലെ പുണ്യാത്മാക്കളായ മഹർഷിമാരെ കാണുകയും വന്ദിക്കുകയും ചെയ്തു. സൂതനെ കണ്ട മഹർഷിമാരെല്ലാവരും തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി വളരെ തൃപ്തികരമായ രീതിയിൽ ഉപചരിച്ച ശേഷം മഹർഷിമാരെല്ലാവരും കൂടി തന്നെ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളെല്ലാവരും തന്നെ ഇവിടെ ഇരുന്ന് ഭഗവാൻ നാരായണന്റെ അത്ഭുത കൃത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശ്വരഭക്തിയാണല്ലോ മഹത്തായ ധർമ്മം. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അതിയായ സന്ദേഹമുണ്ട്. ഭഗവാൻ വിഷ്ണുവിന് തീർത്ഥസ്വരൂപനെന്നും ഒരു നാമധേയമുണ്ടല്ലോ. ആയതിനാൽ സുപ്രധാന തീർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. കൂടാതെ പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ച്, പുണ്യനദികളെക്കുറിച്ച്, ശ്രേഷ്ഠ പർവ്വതങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. കൂടാതെ അത്യന്തം നിഗൂഢവും സത്യവുമായ വേദാന്ത തത്വങ്ങളെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ പ്രപഞ്ചം ആരിൽ നിന്നും ഉത്ഭവിച്ചു? ആരുടെ പരിപാലനത്തിലാണ് ഇത് നിലനിൽക്കുന്നത്? എവിടെയാണ് എല്ലാം പോയി ലയിക്കുന്നത്? ഇതിനൊക്കെയുള്ള ഒരു മറുപടി, ഒരു ഉത്തരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മഹാമുനിമാരുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ സൂതൻ, അതായത് ഉപസ്രവൻ, ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ജ്ഞാനത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നും നിങ്ങളുടെയൊക്കെ സന്ദേഹങ്ങൾക്കുള്ള മറുപടി ഞാൻ നൽകാം. ഇപ്രകാരം പറഞ്ഞ ശേഷം സൂതൻ തൻ്റെ ഗുരുവിനെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ശേഷം തുടർന്നു, ആദിനാരായണൻ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് അരുളി ചെയ്ത പത്മപുരാണം, പിന്നീട് ബ്രഹ്മാവ് തൻ്റെ മാനസപുത്രനായ നാരദനെയും നാരദൻ പിന്നീട് വ്യാസമഹർഷിയെയും പഠിപ്പിച്ചു. അങ്ങനെ വ്യാസമഹർഷി എൻ്റെ പിതാവായ വ്യാസമഹർഷിയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ ലോമഹർഷണ മഹർഷിക്ക് ഉപദേശിച്ചു. അദ്ദേഹം, അതായത് എൻ്റെ പിതാവ്, അതെല്ലാം ഒരു സംക്ഷിപ്ത രൂപത്തിൽ എനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കഥകളൊക്കെയും ഭക്തിയോടെ കേട്ടിരുന്നാൽ ആ കേൾക്കുന്നവർക്കെല്ലാം തന്നെ മോക്ഷം ലഭിക്കും. തുടക്കത്തിൽ ഞാൻ ആദിഖണ്ഡത്തെക്കുറിച്ച് വർണ്ണിക്കാം. ആദിഖണ്ഡത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്തേ.